കവരത്തിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഷിപ്പിലുള്ള യാത്രയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. MV കോറൽസ് എന്ന് പറഞ്ഞ ഷിപ്പിലാണ് കേട്ടോ നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ബോട്ടുകളിലായിട്ട് നമ്മൾ ആദ്യം കയറ്റിയിട്ട് കുറച്ച് പുറംകടലായിട്ടാണ് നമ്മുടെ ഷിപ്പ് ഇട്ടേക്കുന്നത്, ഏകദേശം ഒരു 1 കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസിൽ. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ ചെറിയ ബോട്ടിൽ വന്നിട്ട് കയറ്റുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു ഇതേപോലെയാണ്. നമുക്ക് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നമ്മളുടെ എവിടെയാണ് നമ്മളുടെ സ്റ്റേ എന്ന് അവിടേക്ക് നമുക്ക് പോകാവുന്നതാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു 3rd ക്ലാസ് ബങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് വരുന്നത്. ഇതിന് ഏകദേശം 2100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇത് ബുക്ക് ചെയ്യാനായിട്ട് ഏജൻസ് വേറെ സർവീസ് ചാർജ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഞങ്ങൾ MV കോറൽസ് പറഞ്ഞ സമുദ്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജൊക്കെ ചെയ്യുന്ന ഷിപ്പിലാണ് പോയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ഐലൻഡ്സിലും നിർത്തിയിട്ടാണ് ഒരുപാട് ടൈം അവിടെ ഇട്ടുകൊണ്ട്, അതായത് പാക്കേജിലുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങി കണ്ട് തിരിച്ചു വരുന്ന അത്രയും ടൈം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ടൈം എടുത്തു, 2 ദിവസത്തോളം എടുത്തു കവരത്തിൽ നിന്ന് കൊച്ചി എത്താനായിട്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഹാഫ് ടൈം മതി നമുക്ക്. ഞങ്ങൾ സമുദ്രം എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ ഭാഗമല്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഷിപ്പിൽ കയറിയത്. ഇതാണ് ഷിപ്പിലെ ക്യാൻറ്റീൻ കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങൾക്ക് നോമ്പായിരുന്നു. നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ 3 നേരം ഭക്ഷണം കഴിക്കുന്നവർക്കും അവിടെ അവൈലബിൾ ആയിരുന്നു ഫുഡ്. നമുക്ക് ഡയറക്റ്റ് കൊച്ചിയിൽ നിന്നും അല്ലെങ്കിൽ കവരത്തിയിൽ നിന്നും കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 18-20 മണിക്കൂറൊക്കെയാണ് ശരിക്കും എടുക്കുകയുള്ളൂ. പക്ഷേ ഞാൻ കറങ്ങി വന്നതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സമയം പോയത്. അപ്പോൾ നിങ്ങളും ഷിപ്പ് ബുക്ക് ചെയ്യുമ്പോൾ എത്ര അവേഴ്സ് എടുക്കുന്ന ഷിപ്പിലാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഇത് കണ്ടോ, ഇവിടെ മറ്റുള്ള ഐലൻഡ്സിൽ ആൾക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണിത്. ഷിപ്പിൽ ടൈം പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. കാരണം പുറത്തൊക്കെ നടക്കുവാനും ഇരിക്കാനും കാഴ്ചകൾ കാണാനും മീൻസ് ഇപ്പോൾ കടലൊക്കെ നോക്കിയിരിക്കുവാനൊക്കെ ഉള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കേണ്ട ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയിരുന്നില്ല. നമുക്ക് ഷിപ്പിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് IRCTC എന്ന് പറഞ്ഞ ആപ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ എന്താ വെച്ചാൽ ഐലൻഡേഴ്സിന് ഒരു പെർമിറ്റ് നമ്പർ ഉണ്ട്. ആ പെർമിറ്റ് നമ്പർ നമുക്ക് ആവശ്യമാണ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഏജൻസിൻ്റെ ത്രൂ ആണിത് ചെയ്യുന്നത്. അവർ 1000-1500 രൂപയൊക്കെ ഒരു ടിക്കറ്റിന് എക്സ്ട്രാ അവർ സർവീസ് ചാർജ് ആയിട്ട് മേടിക്കുന്നുണ്ട് കേട്ടോ. ഈ പാക്കേജിൽ വരികയാണെങ്കിൽ അവരത് അവോയ്ഡ് ചെയ്ത് തരുന്നതാണ് എക്സ്ട്രാ ഉള്ള ചാർജ്. അങ്ങോട്ട് പോകുമ്പോൾ ഫ്ലൈറ്റിൽ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് ഷിപ്പിൽ വരികയാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പെർമിറ്റിനൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഷെഡ്യൂൾ ഇപ്പോൾ ഷിപ്പിൻ്റെ ഷെഡ്യൂൾ വരിക നമ്മൾ യാത്ര ചെയ്യുന്നതിന് 5 ഡേയ്സ് മുമ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പെർമിറ്റിന് ഒരു ഡേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ കൊച്ചിയിൽ റീച്ച് ആയിട്ടുണ്ട്. കൊച്ചിയിലെ മറൈൻ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ ഓട്ടോ അതേപോലെ യൂബർ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഷിപ്പിൽ വരുമ്പോൾ വേറൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ കവരത്തി എന്ന് പറഞ്ഞ ഐലൻഡിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് അഗത്തി ഐലൻഡിലാണ്. അഗത്തിയിൽ നിന്ന് കവരത്തിയിലേക്ക് വരേണ്ട ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ബോട്ട്സുകൾ ഏത് നിമിഷവും നമുക്ക് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം, ഒരു വെതറൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കൊച്ചിയിലേക്ക് വരേണ്ട ഷിപ്പ് മിസ്സാവാം. ഇങ്ങനെ എനിക്ക് സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷിപ്പിൽ വരുമ്പോൾ എപ്പോഴും നമുക്ക് 3, 4, 5 ദിവസം നമുക്ക് എക്സ്ട്രാ നമ്മളിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. അവിടെ നിൽക്കേണ്ടി വരും എന്നുള്ള മനസ്സിൽ കരുതാം. അപ്പോൾ കൂടുതൽ ഡൗട്ട്സിന് ഞാൻ പാക്കേജിൻ്റെ ആൾക്കാരെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇടുകയാണെങ്കിൽ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ലക്ഷദ്വീപിലെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.